അല്ല, രാജീവ് സാർ എവിടെ ആന്റി? അവനെ ഒരുങ്ങാൻ പോയിരിക്കാം. ഓ, ആ ആ ദാ വന്നല്ലോ. നല്ല ചുള്ളനായിട്ടുണ്ടല്ലോ ആന്റിയുടെ മോൻ. അത് പിന്നെ എന്റെ മോനല്ലേ. എന്താടി ഇവിടെ? ദേ വിഷ്ണുവേട്ടാ, അങ്ങനത്തെ അധികാര പ്രയോഗമൊന്നും വേണ്ട കേട്ടോ. ഈ നിൽക്കുന്ന രോഹിത് എന്റെ മുൻ ഭർത്താവാ. എഡി ബോഡിന്ന് വിളിച്ച് ചോദ്യം ചെയ്യാനുള്ള അവകാശമൊന്നും ഞാൻ ഇയാൾക്ക് പോലും കൊടുത്തിട്ടില്ല. ഇതൊരു അമ്പലമാ. വിശ്വാസികളായ ആർക്ക് വേണേലും എപ്പോ വേണേലും വരാൻ പോകാം. അതിന് സത്യഭാമയുടെ വീട്ടിൽ നിന്നുള്ള തിട്ടൂരൊന്നും ഇവിടെ വേണ്ട. അവൾ എവിടെയെങ്കിലും നിന്നോട്ടെ. നമ്മൾ ഇവിടെ വന്നത് ശാരികേച്ചിയുടെയും രാജീവ് സാറിന്റെയും കല്യാണം നടത്താനാ, അല്ലാതെ വഴക്കുണ്ടാക്കാനല്ലോ. ഞാൻ വന്നതും വഴക്കുണ്ടാക്കാനല്ല, എന്റെ മെക്കിട്ട് കയറാൻ വന്നതാ. വിട്ടുകളയണോന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. മുന്നോട്ട് പോണെങ്കിൽ അതിന് ഞാൻ റെഡിയാ. ഈ നാട്ടിലെ ഒരു പെൺകുട്ടിക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുമെന്ന് അറിയണമല്ലോ. പറയുന്നൊന്ന് വേണ്ട വിഷ്ണുവേട്ടാ, പ്ലീസ്. വേണ്ട ബ്രോ, മുന്നും പിന്നെ നോക്കാനില്ലാത്തോളെ ഇവള്. നോക്കി ചടങ്ങ് നടത്തണം പ്ലീസ്. എന്താ ഇവിടെ? എന്താ പ്രശ്നം? ആ, അമ്മാവൻ ഭഗവാനെ തൊഴാൻ വന്നല്ലേ? അതെ. എന്നാ പെട്ടെന്ന് എന്നട്ടെ, നട അടക്കണ്ട. ആ, അത് ശരിയാണല്ലോ. ആ, ഇയാൾ ഇവിടെ സുംബ ഡാൻസ് നടത്തിയാൽ പോലും ഞാൻ വന്ന കാര്യം നടത്തിയിട്ടേ പോവും. അല്ല, ഇയാൾക്ക് എന്തുവാ വേണ്ടേ? ഇയാളെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്ന കേട്ടോ. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും അറയ്ക്കുന്ന പറയാറ്. ഇവിടെ ഒരു പൂച്ച ചാടാൻ ഇനിയും ചൂടുവെള്ളം ഉണ്ടോന്ന് അന്വേഷിച്ച് നടക്കുമ്പോ ആ ധൈര്യത്തെ നമ്മളൊന്ന് അഭിനന്ദിക്കണ്ടേ? എനിവേ, ബെസ്റ്റ് വിഷസ്. ഇയാള് പറഞ്ഞതിനൊക്കെ അതേ നാണയത്തിൽ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ എന്റെ സംസ്കാരം അതല്ല കേട്ടാ. അതുകൊണ്ട് ഇയാളുടെ വിശ്വസൊന്നും വേണ്ട. തൽക്കാലം സ്ഥലം വിടും. ഓക്കെ, എന്റെ സാന്നിധ്യം ഇവിടെ ആർക്കും പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്ഥലം കാലിയാക്കാം. പിന്നെ ചടങ്ങ് മംഗളമായിട്ട് പൂർത്തിയാകാൻ എന്റെ എല്ലാവിധ ആശംസകളും. ഓ, അല്ല, നമ്മൾ എന്തിനാ അവളെ നോക്കി നിൽക്കുന്നേ? നമ്മള് വന്നതൊരു മംഗളകർമ്മം നടത്താനല്ലേ, അത് നടത്തിയിട്ട് പോവാം. വാ മോനെ. എന്നാ വാ, അങ്ങോട്ട് പോവാം. വാ.
സുസ്മിത അങ്ങനെ ഒരു വെറും വരവ് വരില്ലല്ലോ. ഇനി ആ താലി എടുത്ത് കൊടുത്തോളൂ. ഗോപാലേട്ടാ, ഞാൻ പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അച്ഛൻ തന്നെ വരൻ എന്നെ കൈപിടിച്ച് കൊടുക്കണമെന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. നടക്കില്ല കൊച്ചേ. ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ പോലും ഈ ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. അപ്പോ ചെറുക്കനെ സ്വീകരിക്കുന്ന ചടങ്ങിൽ അച്ഛനുണ്ടാവില്ലേ? ഇനി കല്യാണം നടക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കണ്ട. അയ്യോ, ഗോപാലേട്ടാ, താലി. മോളെ, ദൈവത്തെ നന്നായി മനസ്സിൽ ധ്യാനിച്ച് താലി കെട്ടിക്കോളൂ. മോളെ, തന്നെ നെഞ്ചിതം കൊണ്ട് ഇറങ്ങിവിടാൻ പറ്റുന്നില്ല. ഈ ചങ്കിലെ പിടപ്പ് നിലയ്ക്കുന്നവരെ ഞാൻ അവിടെ തന്നെ ഉണ്ടാവുമെന്ന് അകന്നു കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ മനസ്സിലായത്.
എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. അമ്മ മോളെ ഇനിയിപ്പോ നീ ആരോടാ വഴക്കിടുക പൊട്ടിപ്പെണ്ണേ? വിജയലക്ഷ്മി ഭയങ്കര കുറുമ്പിയാ അവള്. ആ കുശുമ്പും കുന്നായ്മയും കൊണ്ട് വന്ന വിജയലക്ഷ്മി നല്ല തല്ലു വെച്ച് കൊടുത്തോണം കേട്ടോ. അച്ഛാ ജഗദീശ്വരന്റെ സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടാവും എന്റെ മോക്ക്. ദീർഘമാംഗല്യവും സന്താനഭാഗ്യവും ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയുമെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്ന് അച്ഛൻ ചിരിക്കുന്ന മുഖങ്ങളാ ഇപ്പൊ എനിക്ക് ചുറ്റുമുള്ളത്. ഇതുപോലെ തന്നെ ചങ്കിലടച്ചോണ്ട് യാത്ര തുടരണമെന്നുണ്ട്. ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല. സന്തോഷത്തോടെ വിട തരണം. അല്ല ഗോപാലകൃഷ്ണൻ എങ്ങോട്ടാ? യാത്രയ്ക്ക് ലക്ഷ്യമില്ല. നിയന്താവ് നയിക്കുന്നത് എങ്ങോട്ടോ അങ്ങോട്ട്. അല്ലെങ്കിലും ആരും ഒരു യാത്രയും മുഴുമിപ്പിക്കുന്നില്ലല്ലോ. കാലുകുഴയും, വഴിയിൽ വീഴും. അച്ഛാ, അച്ഛനെ ഞാനങ്ങനെ യാത്രയ്ക്ക് വിടുന്നില്ലെങ്കിലോ? മോളെ പറ്റില്ല, അങ്ങനെ പോവാൻ പറ്റില്ല. മോളെ ഞാൻ പറയുന്നതൊന്ന്. അച്ഛനോടാ പറഞ്ഞത് പോവാൻ പറ്റില്ല എന്ന്. അച്ഛൻ ഇങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോകാനാണെങ്കിൽ ഞാനും എങ്ങോട്ടും പോവില്ല. അമ്മ സത്യ പറഞ്ഞത്, രാജീവ് സാറിന്റെ വീട്ടിലേക്ക് പോവില്ല ഞാൻ. മോളെ ഷാജി സാറിനോട് എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇരുട്ടത്ത് കണ്ണുമൂടി നിന്ന് എന്നെ കണ്ണ് തെളിയിച്ച് ഈ ബന്ധം ഉണ്ടാക്കി തന്നതും കൈവിട്ടുപോയ ജീവിതം തിരിച്ചു പിടിച്ചു തന്നതും
വീട്. സന്യാസം എന്നത് ഒരു മാനസികാവസ്ഥയാ. ഗൃഹസ്ഥാശ്രമിക്കും സന്യാസിയാകാം. അതുപോലെ തന്നെ സന്യാസവേഷം ധരിച്ചവർക്ക് അധമനുമാവാം. ഒരിക്കൽ സന്യാസം മനസ്സാ വരിച്ചവർക്ക് പിന്മടക്കമില്ല. ഭൗതിക ലോകം നൽകുന്ന ആനന്ദങ്ങളെക്കാൾ വലുതാണ് പരമാത്മപാദത്തിലെ വിലയനം. സ്വന്തം ബന്ധങ്ങൾ മടക്കി വിളിക്കുമെന്ന് മനസ്സ് പ്രവചിച്ചിരുന്നു. ശാരദ എന്നെ കാണാൻ വന്നപ്പോൾ തന്നെ ഞാൻ ആളോടൊരു വാക്ക് വാങ്ങിയിരുന്നു. ഗോപാലകൃഷ്ണന് ഭൗതിക ലോകത്തിൽ നിറവേറ്റാനുള്ളത് ഈ ഒരു ദൗത്യം മാത്രം. ഇനിയൊരാവശ്യവുമായി എന്റെ മുന്നിൽ വരരുതെന്ന്. പിന്നെല്ലാം വിധിഹിതം. അപ്പോ ഇവളുടെ കാര്യോ? അച്ഛനതിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്നാണോ? പിന്നെ എന്റെ ശാലിനിയുടെയും കാര്യം. പെൺമക്കളെ കല്യാണം കഴിച്ചയച്ചാ തീർന്നു അച്ഛന്റെ ഉത്തരവാദിത്വം എല്ലാം. മോളെ, അതിന് അച്ഛന്റെ തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ എന്റെ തീരുമാനത്തിലും മാറ്റമില്ല. സാറ് അമ്മ അമ്മാവനെ കൂട്ടി പൊയ്ക്കോളൂ. ശാരിക, മോളെ, സാറ് കെട്ടിയ ഈ താലി എന്നും ശാരികയുടെ കഴുത്തിലുണ്ടാവും. പക്ഷെ അതൊരു തടസ്സമാവില്ല. സാറിനൊരു കുടുംബജീവിതം വേണമെങ്കിൽ ഏത് പെൺകുട്ടിയെ വേണേലും കല്യാണം കഴിക്കാം, സന്തോഷമായി ജീവിക്കാം. ശ്യാമയും കൂടി കല്യാണം കഴിച്ചാ പാവം പിടിച്ചാൽ എന്റെ അമ്മ ഒറ്റയ്ക്കാവും. ഞങ്ങൾ 3 പെൺകുട്ടികളെ വളർത്തി വലുതാക്കി ഓരോ ജീവിതം ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാന കാലത്ത് അവരുടെ തൊണ്ടയിലേക്ക് ഒരിറ്റ് വെള്ളം കൊടുക്കാൻ ആളില്ലാതാവണോ? അതാണോ ഞങ്ങൾ അമ്മയ്ക്ക് കൊടുക്കേണ്ട പ്രതിഫലം? ഗോപാലകൃഷ്ണ, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കൂടി ഒന്ന് പറ. തൊമ്മനയയുമ്പോ ചാണ്ടി മുറുന്നു എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ ഇത്. മാത്രമേ അച്ഛൻ പോവാതിരിക്കൂ. നാട്ടുകാരെന്ത് പറയുന്നുള്ള ഭയം, നമ്മളെപ്പറ്റി മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നുള്ളത്, ഇതൊക്കെ സ്വന്തം മക്കളുടെ ജീവിതത്തേക്കാൾ വലുതാണോ ശാരദാമ്മേ?